മുച്ചിലോട്ട് ഭഗവതിയുടെ കഥ അറിയാമോ? ഒരു കാലത്ത് വേദശാസ്ത്രങ്ങളിൽ പെരിഞ്ചെല്ലൂരിലെ ബ്രാഹ്മണരെ വെല്ലാൻ ആരുമില്ലായിരുന്നു. അന്യദേശക്കാരായ ബ്രാഹ്മണർ അക്കാലത്ത് പെരിഞ്ചൊല്ലൂർ ആസ്ഥാനമാക്കി തർക്കശാസ്ത്രത്തിൽ തങ്ങളുടെ അറിവും കഴിവും തെളിയിക്കുക ഒരു പതിവായിരുന്നു. അതിൽ തർക്കശാസ്ത്രത്തിൽ പേരുകേട്ട മനയാണ് രേമംഗലം. മന തലമുറകൾ നിലനിർത്താൻ മക്കളില്ലാതെ അന്യം നിന്നു പോകാറായി. ഈ മനയിലെ തിരുമേനിക്ക് തന്റെ പ്രാർത്ഥനയുടെ ഫലമായി ഒരു പെൺകുഞ്ഞ് പിറന്നു. ഇല്ലത്തെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം അവൾ മാണിയാട്ടില്ലത്ത് അന്നത്തെ ആചാരപ്രകാരം ഗുരുകുല വിദ്യാഭ്യാസത്തിനായി ചേർന്നു. 15 വയസ്സായപ്പോഴേക്കും കന്യകയായ ഈ പെൺകിടാവ് സർവ്വവിദ്യകളിലും അറിവ് നേടുകയും പ്രശസ്തി നേടുകയും ചെയ്തു. നാടുവാഴിയുടെയും നാട്ടുകാരുടെയും കണ്ണിലുണ്ണിയായി മാറിയ അവൾ പാവപ്പെട്ടവരോട് കരുണയുള്ളവളായിരുന്നു. എന്നാൽ വെറുമൊരു പെണ്ണായ അവളുടെ പാണ്ഡിത്യത്തെ അംഗീകരിക്കാൻ പെരിഞ്ചെല്ലൂരിലെ യാഥാസ്ഥിതിക നമ്പൂതിരിമാർക്കായില്ല. ഈ സമയത്താണ് അവളുടെ കല്യാണം ഉറപ്പിക്കുന്നത്. കല്യാണത്തിന് 3 നാൾ മാത്രം ബാക്കിയുള്ള അവസരത്തിൽ നാടുവാഴി കന്യകയെ കണ്ട് ഒരു സഹായം അഭ്യർത്ഥിക്കുന്നു. അവൾ അതിന് തയ്യാറാവുകയും ചെയ്തു. ഉദയമംഗലം ക്ഷേത്രനടയിൽ വെച്ച് ആരംഭിച്ച തർക്കത്തിൽ ആദ്യ 2 ദിവസവും കന്യക ബ്രാഹ്മണരെ തോൽപ്പിച്ചു. അത് അവർക്ക് നീരസവും വൈരാഗ്യബുദ്ധിയും ഉണ്ടാക്കി. അതിനാൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം 3-ാം ദിവസം തർക്കപ്പന്തലിൽ വെച്ച് അവർ